യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ടും ദൈവാനുഗ്രഹത്തിലൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി നന്നായി എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളത് ഒരു സമ്പത്താണ്, അതൊരു ദൈവാനുഗ്രഹമാണ്. ഒരാൾ പറഞ്ഞതുപോലെ, ഞാൻ ആരോടൊന്നും ചോദിച്ചു വാങ്ങാറില്ല, പക്ഷെ പ്രാർത്ഥന മാത്രം ഞാൻ ചോദിച്ചു വാങ്ങാറുണ്ടെന്ന്. പ്രാർത്ഥന ചോദിച്ചു വാങ്ങണം, അനുഗ്രഹം ചോദിച്ചു വാങ്ങണം. മറ്റൊന്നും ചോദിച്ചു വാങ്ങിയില്ലേലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മൾ മടിയോ ചമ്മലോ കൊണ്ട് ചോദിക്കാതിരിക്കല്ലേ. ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ് പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ വചനത്തിലൂടെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ വചനത്തിനകത്തുള്ള സന്തോഷം, ആ സ്വർഗീയ സന്തോഷം നമ്മുടെ ഭവനത്തിൽ നിറയുന്ന സമയമാണ്, ജീവിതത്തിൽ നിറയുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിറയേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വല്ലാതെ വാടിപ്പോവും, തകർന്നു പോവും. ചില സമയത്ത് നമ്മൾ വല്ലാതെ കല്ല് വെള്ളത്തിൽ താഴുന്ന പോലെ നമ്മൾ ചില പ്രയാസത്തിൽ അങ്ങ് താണു പോവും. നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയും ബലവും ആവശ്യമാണ്. ഒരാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഞങ്ങൾക്കൊരനുഗ്രഹമാണെന്ന്. കേൾക്കുന്ന വചനം ഒരു അനുഗ്രഹമാണ്. തകർന്നു പോയ പല സാഹചര്യത്തിൽ നിന്നും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഈ വചനമാണ്. തകർന്നു പോയ പല സാഹചര്യത്തിൽ നിന്നും, ഇന്ന സാഹചര്യമൊന്നല്ല, മനുഷ്യൻ്റെ ഒരു നോട്ടം മതി ഒരാൾ തകർന്നു പോകാൻ. മനുഷ്യൻ്റെ ഒരു വാക്കു മതി, ഒരു കളിയാക്കൽ മതി, ഒരു തിക്താനുഭവം മതി, ഒരു ആരോപണം മതി, പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകാൻ. അവിടെ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേക്കണേ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മളെ ഓരോ ദിവസവും ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുവാണ്. അത് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പലതരം രോഗപീഠകളിൽ കഴിയുന്നവരുടെ സൗഖ്യത്തിനായിട്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവരുണ്ട്, ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഈ മരുന്ന് കഴിച്ചിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ആവശ്യമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാം ഭയപ്പെടുന്നവരുണ്ട്. ശിരസ് മുതൽ പാദം വരെ ഏതെങ്കിലും രോഗപീഠകളിൽ, വേദനയിൽ, അസ്വസ്ഥതയിൽ നടക്കാൻ പറ്റാതെ, ഭാരമുള്ള ഒന്നും എടുക്കാൻ പറ്റാതെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹായരായി നിൽക്കുന്നവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട്, പലതരം ക്യാൻസർ രോഗത്തിൻ്റെ ആ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്, കീമോ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, രോഗപീഠകളിൽ കഴിയുന്ന എല്ലാവർക്കും സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകണം, സമാധാനവും സ്വസ്ഥതയും പ്രതീക്ഷയും അവർക്ക് കൊടുക്കണമേ. അവർ കഴിക്കുന്ന മരുന്ന്, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അവരുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറട്ടെ. അത് അവരിലേക്കൊരു സൗഖ്യം വരാൻ, ഒരു സൗഖ്യമുണ്ടാകാൻ അത് കാരണമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് ഈ വചനം ഒന്ന് കേൾക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 24, 23. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം.
യാക്കോബിൻ്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ കൽപ്പിച്ചു നൽകിയ നിയമം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തെ ദൈവം ഏതുപോലെ അനുഗ്രഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഈ വചനം അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രിസ് നദി പോലെയും നിറയ്ക്കുന്നു. അതായത് ആ നിയമം മനുഷ്യനെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നിറയ്ക്കുന്നത്. സമുദ്രത്തിൽ ജലം നിറയുന്ന പോലെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രിസ് നദി പോലെയും നിറയ്ക്കുന്നു. 26 യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ നദി പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. തകർക്കുന്നു, ഇല്ലാതാക്കുന്നു, ഒന്നും അല്ലാതാക്കുന്നു, കയ്യിലുള്ളതെല്ലാം നശിപ്പിക്കുന്നു എന്നൊന്നും അല്ല, നിറയ്ക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും പറയാം, അത് നിങ്ങളെ ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം നിറയ്ക്കും, പ്രത്യാശ നിറയ്ക്കും, സമാധാനം നിറയ്ക്കും. ഒത്തിരി കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്യാനുള്ള ജ്ഞാനം നിറയ്ക്കും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, എങ്ങനെ കാണണം, എങ്ങനെ കാണണ്ട, ഏത് ചെയ്യണം, ഏത് ചെയ്യണ്ട, എങ്ങനെ മുന്നോട്ട് നീങ്ങണം, അത് ചെയ്യണോ അത് ചെയ്യണ്ടയോ, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെ പറയണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ജ്ഞാനം, വിവേകം, അതെല്ലാം ദൈവവചനത്തിലൂടെ ഒരാളിൽ നിറയും. ദൈവത്തിൻ്റെ ശക്തി അവരിൽ നിറയും, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിൽ നിറയും. സമുദ്രത്തിൽ ജലം നിറയുന്ന പോലെ നിങ്ങളും പ്രാർത്ഥിച്ച് ഈ വചനമൊക്കെ കേൾക്കുമ്പോഴേ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ദൈവാനുഗ്രഹങ്ങൾ നിറയണം. സമുദ്രത്തിൽ ജലം നിറഞ്ഞു വരുന്നത് പോലെ, അത് വർദ്ധിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിലും നന്മകൾ നിറയണം, അനുഗ്രഹങ്ങൾ നിറയണം. അതൊക്കെ ഒത്തിരി അനുഭവങ്ങൾക്ക്, സാക്ഷ്യങ്ങൾക്ക് കാരണമാകും. ഞാനും കണ്ടിട്ടുണ്ട് ദൈവവചനത്തിലൂടെ മനുഷ്യൻ ദൈവാനുഗ്രഹത്തിൽ നിറയുന്നത്. കുടുംബത്തിൽ സമാധാനം നിറയുന്നത് കണ്ടിട്ടുണ്ട്. സമാധാനം, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 2 ചെറിയ പിള്ളേരും അപ്പനും അമ്മയും അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം വളരെ കുറവാണ്, സമാധാനം ഇല്ല, പലരും തമ്മിൽ മിണ്ടത്തില്ല, സംസാരിക്കുന്നത് വളരെ കുറവാണ്. എന്തേലും പറഞ്ഞ അന്നേരെ ഭയങ്കര ദേഷ്യത്തിൽ ഒച്ചത്തിൽ സംസാരിക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് അധികം മിണ്ടാറില്ല. എന്തേലും ആട്ടെ, ഒച്ചയും ബഹളവും നാട്ടുകാരെന്നാ വിചാരിക്കും എന്ന് വിചാരിച്ച് സഹിച്ചും മിണ്ടാതെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ അവർ വെച്ചൊരു നിയോഗം അങ്ങനെയാണ്, കർത്താവേ, ഈ വചനങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരൈക്യവും സമാധാനവും ഞങ്ങളിൽ നിറയണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അതിലൊരാളാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ അവർ പ്രാർത്ഥിച്ച വെച്ച് ഇൻറ്റൻഷൻ അതാണ്. അവർ പറഞ്ഞ ദൈവാനുഗ്രഹം എങ്ങനെയാണ് എന്നാന്നറിയത്തില്ല. ഞങ്ങളുടെ കുടുംബം, വീട്, സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറി. മുഴുവനായിട്ടൊന്നും അല്ല, പക്ഷെ ഭയങ്കര മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഒറ്റയടിക്കല്ല കേട്ടോ ഒരു മാറ്റവും. അത് പതുക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ചില നന്മകൾ, ചില മാറ്റങ്ങൾ നിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, വാക്കിൽ, ഇടപാടിൽ എല്ലാം മാറ്റങ്ങളുണ്ടാവും. സുഹൃത്തുക്കൾ ചിലർ ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി, നീ ഭയങ്കരമായിട്ട് അങ്ങ് മാറിപ്പോയല്ലോ, നീ എന്താ ഇങ്ങനെ, ഭയങ്കര മാറ്റമാണല്ലോ. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ആ വീട്ടിലെ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട്, അവരുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേട്ട് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്.
ഞാനൊരു പരസ്യവാക്ക് പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇതിനകത്ത് എഴുതി വായിച്ചിട്ടില്ലേ, അത് നിറയും. ജോർദാൻ നദി പോലെയും യൂഫ്രട്ടീസ് നദി പോലെയും പിഷോൺ നദി പോലെയും ജലം കൊണ്ടത് നിറയുമെന്ന്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിറയട്ടെ, ദൈവാനുഗ്രഹങ്ങൾ നിറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയട്ടെ, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, സഹകരണം അത് കൂടി വരട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് പ്രത്യേകം രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാണ്, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അവരുടെയൊക്കെ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഇത് അനുഗ്രഹമാകട്ടെ. വലിയ ചിലവില്ലാത്തൊരു കാര്യമാണ്. സാധിക്കുന്നിടത്തോളം അയച്ചു കൊടുക്കണം. അനേകർ ദൈവത്തിൻ്റെ വചനം നമ്മളിലൂടെ കേൾക്കട്ടെ. ആരെയും തകർക്കാനുള്ളതല്ല, ചില ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ സഹായകമാകുന്നതാ ദൈവത്തിൻ്റെ വചനം. പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരായാലും, ഒരുപക്ഷെ അവർ ഏത് സഭയിൽപ്പെട്ട ഒരാളായാലും, നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഏത് മതത്തിൽപ്പെട്ട ഒരാളായാലും, നിങ്ങൾ കേട്ടത് മിനിഞ്ഞാന്ന് പത്രത്തിൽ വന്ന വാർത്തയോ ഇന്നലെ ഒരാൾ പറഞ്ഞ കാര്യമല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്, വചനമാണ് നിങ്ങൾ കേട്ടത്. ആ വചനം നിങ്ങളെ മുറിപ്പെടുത്തില്ല. ആ വചനം നിങ്ങൾക്ക് സൗഖ്യമായും സന്തോഷമായും പ്രതീക്ഷയായും പ്രോത്സാഹനമായും ഒക്കെയേ മാറുള്ളൂ. പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം. ധാരാളം ആളുകൾ ഇനിയും ഈ വചനങ്ങളെ കേൾക്കാനിടയാകണം, ഈ വചനം അറിയാനും അനുഭവിക്കാനിടയാകണം. നിങ്ങളിലൂടെ അനേകർ വചനം കേൾക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. രോഗികളായി പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യമായത് മാറണമേ. ഈ വചനം സൗഖ്യമായി നിറയണമേ. ഈ വചനം സൗഖ്യമായി അവരിൽ നിറയണമേ. ശിരസ് മുതൽ പാദം വരെ സൗഖ്യമായത് നിറയണമേ. ഡിപ്രഷനായവരുണ്ട്, മനോദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, അത് സന്തോഷമായി, അവർക്ക് സമാധാനമായി, പ്രതീക്ഷയായവരിൽ നിറയണമേ. റൂം അടച്ച്, വാതിലടച്ച് റൂമിനകത്ത് തന്നെ ഇരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സൗഖ്യം അവിടെ സംഭവിക്കട്ടെ. എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം സംഭവിക്കട്ടെ. ഇന്ന് ഏതെല്ലാം വിഷയത്തെ മുന്നിൽ കണ്ടവർ പ്രാർത്ഥിച്ചത്, അവിടെയെല്ലാം ദൈവം ഇടപെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനമൊക്കെ. പ്രതീക്ഷ തരുന്ന ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നദിയിൽ ജലം നിറയുന്നത് പോലെ ദൈവാനുഗ്രഹം നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു വരട്ടെ. സന്തോഷമായിരിക്കാം. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ ഞായറാഴ്ചയാണ്. നാളെ ഒരുമിച്ച് വചനം കേൾക്കാം. 5:30 തന്നെ വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും നിങ്ങളെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.